നമസ്കാരം. നമ്മൾ സാധാരണ കോട്ടകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് കുറേ യുദ്ധങ്ങളും രാജാക്കന്മാരുമൊക്കെയാണല്ലോ. എന്നാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെയൊരു സാധാരണ കോട്ടയെക്കുറിച്ചല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള വൻ സാമ്രാജ്യങ്ങൾ സ്വന്തമാക്കാൻ കൊതിച്ച അതിപ്രധാനമായ ഒരു ചരിത്ര സ്മാരകത്തെക്കുറിച്ചാണ്. ഹോസ്ദുർഗ് കോട്ട. അതെ, ഇന്നത്തെ നമ്മുടെ ഈ അന്വേഷണം അതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ ഇതിലേക്ക് കടക്കാം. വളരെ ശാന്തമായി നിലകൊള്ളുന്ന സാധാരണ ദ്രാവിഡ ശൈലിയിലുള്ളൊരു ഇഷ്ടിക കോട്ട എങ്ങനെയാണ് വലിയ ആഗോള സാമ്രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യമായി മാറിയത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒറ്റനോട്ടത്തിൽ വളരെ ലളിതമെന്ന് തോന്നുമെങ്കിലും ഈ നിർമ്മിതിക്കു പിന്നിൽ നമ്മെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന വ്യാപാരത്തിന്റെയും യുദ്ധതന്ത്രങ്ങളുടെയും വലിയൊരു ചരിത്രമുണ്ട്. അതാണ് നമ്മൾ ഇന്ന് കണ്ടെത്താൻ പോകുന്നത്. കാസർഗോഡിലെ കോട്ടകൾ. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള അതിമനോഹരമായ കാസർഗോഡ് ജില്ലയിൽ ചരിത്രപ്രസിദ്ധമായ ഒരുപാട് കോട്ടകളുണ്ടെന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ കാഞ്ഞങ്ങാട് നഗരത്തിൽ നിന്നും വെറും 1/2 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഹോസ്ദുർഗ് കോട്ട കുറച്ചു വേറിട്ട് നിൽക്കുന്നുണ്ട്. ആ തിരക്കേറിയ നഗരത്തിന് തൊട്ടടുത്ത് തന്നെ ഇത്രയും വലിയൊരു ചരിത്ര സ്മാരകം ഇപ്പോഴും നിലകൊള്ളുന്നു എന്നത് തന്നെ ശരിക്കും വിസ്മയിപ്പിക്കുന്നൊരു കാര്യമാണ്, അല്ലേ? 15. അതെ, ലോകപ്രസിദ്ധമായ ബേക്കൽ കോട്ടയിൽ നിന്ന് കൃത്യം 15 കിലോമീറ്റർ തെക്ക് മാറിയാണ് ഇതിന്റെ സ്ഥാനം. വടക്കൻ മലബാറിന്റെ ചരിത്ര ഭൂപടമെടുത്താൽ ഇതിന്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് എത്രത്തോളം പ്രധാനമായിരുന്നു എന്ന് ഈ ചെറിയ ദൂരം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ബദലൂർ നായ്ക്കന്മാർ, അധികാരത്തിന്റെ ഉദയം. ഒരു പ്രദേശത്തിന്റെ ചരിത്രം എപ്പോഴും നിർണയിക്കുന്നത് അവിടെ ഭരിച്ചിരുന്നവരാണല്ലോ. തുടക്കത്തിൽ ഈ പ്രദേശം കോലത്തിരിമാരുടെ കീഴിലായിരുന്നു. എന്നാൽ പിന്നീട് ഈ അധികാരം ഇക്കേരി രാജവംശത്തിലെ പ്രഗത്ഭരായ ശിവപ്പ നായ്ക്കരുടെയും സോമശേഖര നായ്ക്കരുടെയും കൈകളിലെത്തി. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഇതിൽ സോമശേഖര നായ്ക്കരാണ് ഹോസ്ദുർഗ് കോട്ട പണികഴിപ്പിച്ചത്. പിന്നീട് മൈസൂർ സിംഹമായ ടിപ്പു സുൽത്താന്റെയും ഒടുവിൽ ബ്രിട്ടീഷുകാരുടെയും കൈകളിലൂടെ ഈ കോട്ട കടന്നുപോയി. ശരിക്കും ഒരുപാട് മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു മണ്ണാണിത്. ഇന്ന് ഈ കോട്ടയുടെ വലിയൊരു ഭാഗവും തകർന്ന നിലയിലാണുള്ളത്. എന്നാലും അവിടെ ബാക്കിയുള്ള ആ കൽമതിലുകളും അവശിഷ്ടങ്ങളും നമ്മോട് പറയുന്നത് വൻ സാമ്രാജ്യങ്ങളെപ്പോലും അതിജീവിച്ച അതിന്റെ ആ തന്ത്രപ്രധാനമായ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ആ പടുകൂറ്റൻ മതിലുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ പഴയകാലത്തെ ആ പ്രതാപത്തിന്റെയും സമ്പന്നതയുടെയും പ്രതിധ്വനികൾ നമുക്ക് ശരിക്കും നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും. വാസ്തുവിദ്യയും തന്ത്രപരമായ ഡിസൈനും. ആ പഴയ ചെങ്കല്ലുകൾക്കും ഇഷ്ടികകൾക്കും ഇടയിലൂടെ ഒന്നൂടെ നടക്കുന്നത് സങ്കൽപ്പിച്ചു നോക്കൂ. ഇവിടുത്തെ ഏറ്റവും വലിയ കൗതുകം എന്താണെന്നോ? ശത്രുക്കളുടെ വരവ് വളരെ ദൂരേന്ന് തന്നെ കാണാൻ സാധിക്കുന്ന ഒരു കാവൽ മാടമുണ്ടവിടെ. പിന്നെ വടക്ക് കിഴക്കേ മൂലയിലായി ഒരാധുനിക സെമിത്തേരിയം കാണാം. കൂടാതെ വൃത്താകൃതിയിലുള്ള കൊത്തളങ്ങളും വലിയ മതിലിലൂടെയുള്ള നടപ്പാതകളും അക്കാലത്ത് സൈനിക നീക്കങ്ങൾ വളരെ എളുപ്പമാക്കിയിരുന്നു. എന്നാൽ ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം തെക്ക് പടിഞ്ഞാറേ മൂലയിലുള്ള ചെങ്കൽക്കല്ലിൽ കൊത്തിയെടുത്ത ഗുഹകളും നായ്ക്കന്മാർ നിർമ്മിച്ച അതിമനോഹരമായ പൂങ്കാവനം കർപ്പൂരേശ്വര ശിവക്ഷേത്രവുമാണ്. തീർച്ചയായും കണ്ടിരിക്കേണ്ട കാഴ്ചകൾ തന്നെയാണിത്. ഇനി ഇതൊന്ന് നോക്കൂ. ഹോസ്ദുർഗ് കോട്ടയ്ക്ക് ബേക്കൽ, കുമ്പള കോട്ടകളുമായി അവിശ്വസനീയമായ സാമ്യങ്ങളുണ്ട്. കൊത്തളങ്ങളുടെയും കാവൽമാടങ്ങളുടെയും നിർമ്മാണ ശൈലിയിലെ ഈ സാമ്യം കാണിക്കുന്നത് ഒരേ കാലഘട്ടത്തിലെ വാസ്തുവിദ്യാ സ്വാധീനവും കൃത്യമായ പ്ലാനിങ്ങുമാണ്. അതായത് ഒരേ ലക്ഷ്യത്തോടെ തന്നെയാണ് ഈ കോട്ടകളെല്ലാം അന്ന് ഡിസൈൻ ചെയ്യപ്പെട്ടത് എന്നത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ്. ഹോസ്ദുർഗ് കോട്ടയുടെ നിർമ്മാണത്തിൽ പ്രധാനമായി ഉപയോഗിച്ചിരിക്കുന്നത് ദ്രാവിഡ ശൈലിയാണ്. സവിശേഷമായ ഇഷ്ടിക പണികളോടുകൂടിയ ഒരു പ്രത്യേക വാസ്തുവിദ്യാ ശൈലിയാണിത്. ഈ ദ്രാവിഡ ശൈലിയിലുള്ള അതിശക്തമായ നിർമ്മാണമാണ് ഈ കോട്ടയെ ശത്രുക്കൾക്ക് അത്ര എളുപ്പത്തിൽ തകർക്കാൻ കഴിയാത്ത ഒരു വലിയ ഉരുക്കുകോട്ടയാക്കി മാറ്റിയത്. ആ ദൃഢത ഇതിന്റെ ഓരോ ഇഷ്ടികയിലും നമുക്ക് കാണാൻ കഴിയും. ആഗോള വ്യാപാരം, ഒരു വാണിജ്യ കേന്ദ്രം. 26. കേൾക്കുമ്പോൾ തന്നെ ഇതിന്റെ വ്യാപ്തി നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാമല്ലോ. ഈ വാസ്തുവിദ്യാ വിസ്മയം വെറുമൊരു യുദ്ധത്താവളം മാത്രമായിരുന്നില്ല. കടലിനോടും നദികളോടും ചേർന്ന് കിടക്കുന്ന 26 ഏക്കർ എന്ന കൂറ്റൻ വിസ്തൃതിയിലായിരുന്നു ഈ കോട്ട അക്കാലത്ത് സ്ഥിതി ചെയ്തിരുന്നത്. കടൽമാർഗമുള്ള വ്യാപാര രംഗത്ത് അവർക്ക് വലിയ ആധിപത്യം നേടിക്കൊടുത്തത് ഇത്രയും വിശാലമായ ഈ സ്ഥലസൗകര്യമാണ്. ഈ അതിവിശാലമായ സൗകര്യം ഡച്ചുകാർക്കും പോർച്ചുഗീസുകാർക്കും അറബികൾക്കും ഇതൊരു സജീവമായ വ്യാപാര കേന്ദ്രമാക്കി മാറ്റാൻ വലിയ രീതിയിൽ സഹായിച്ചു. യൂറോപ്പിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നുമുള്ള വൻകിട വ്യാപാര സംഘങ്ങൾ ഇവിടെ തങ്ങളുടെ വാണിജ്യ താൽപ്പര്യങ്ങൾ വളർത്തുകയും കടൽമാർഗമുള്ള വ്യാപാര വഴികൾ നിയന്ത്രിക്കുകയും ചെയ്തു.
ചുരുക്കി പറഞ്ഞാൽ അക്കാലത്ത് ലോകത്തിന്റെ കണ്ണുകൾ മുഴുവൻ ഈ കോട്ടയിലായിരുന്നു. പൈതൃകം സംരക്ഷിക്കുക, ചരിത്ര സ്മാരകങ്ങൾ. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്ത് ഇത്തരം സ്മാരകങ്ങൾ എന്തിനാണ് പ്രസക്തമാകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവ നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നവയാണ് എന്നതാണ് അതിന്റെ ഉത്തരം. കാലം എത്ര മുന്നോട്ടു പോയാലും ഹോസ്ദുർഗ് പോലെയുള്ള ചരിത്രപരമായ സ്ഥലങ്ങൾ നമ്മുടെ ഭൂതകാലത്തിലേക്കുള്ള ശക്തമായ കണ്ണികളായി എക്കാലവും നിലകൊള്ളുന്നുണ്ട്. നമ്മൾ എവിടെ നിന്ന് വന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കാൻ ഇവയ്ക്ക് വളരെ വലിയൊരു പങ്കുണ്ട്. ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കുക. മനുഷ്യ ചൈതന്യത്തിന്റെ അതിജീവനശേഷിക്കുള്ള ഒരു സല്യൂട്ട്. നൂറ്റാണ്ടുകൾക്കു മുൻപ് ഇവിടെ ജീവിച്ചിരുന്നവരുടെ എക്കാലത്തെയും മഹത്തായ പൈതൃകം. ഈ വാചകം നൽകുന്ന ആഴത്തിലുള്ള അർത്ഥമൊന്ന് ഉൾക്കൊണ്ടു നോക്കൂ. യുദ്ധങ്ങളെയും പ്രകൃതിക്ഷോഭങ്ങളെയും കാലത്തിന്റെ വലിയ കുത്തൊഴുക്കിനെയും അതിജീവിച്ച് ഇന്നും നിലനിൽക്കുന്ന ഈ അവശിഷ്ടങ്ങൾ ശരിക്കും മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെ ഏറ്റവും വലിയ തെളിവാണ്. അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്നവരുടെ ഈ മഹത്തായ പൈതൃകം നമുക്ക് എങ്ങനെ കൂടുതൽ മികച്ച രീതിയിൽ സംരക്ഷിക്കാൻ കഴിയും? വെറും കാഴ്ചകൾ കാണുന്നതിനപ്പുറം വരുന്ന തലമുറയ്ക്കായി ഈ ചരിത്രം നമുക്ക് എങ്ങനെ കാത്തുവയ്ക്കാം? ഈ ഒരു പ്രധാന ചോദ്യം നിങ്ങളുടെ മനസ്സിൽ അവശേഷിപ്പിച്ചുകൊണ്ട് ഈ ചരിത്രരേഖകളെക്കുറിച്ചുള്ള ഇന്നത്തെ നമ്മുടെ അന്വേഷണം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ചരിത്രങ്ങൾ അറിയാനും പഠിക്കാനും നമ്മുടെ പൈതൃകങ്ങളെ സംരക്ഷിക്കാനുമുള്ള ഒരു ചെറിയ പ്രേരണയായി ഇത് മാറട്ടെ. ഒപ്പം ചേർന്നതിന് വലിയൊരു നന്ദി. What?